ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി സാൻ്റെ ഷാക്കിൽ പോയിരുന്നു വിസിറ്റ് ചെയ്യാൻ. അപ്പം ഇത് ഭയങ്കര ഒരു ഫണ്ണി ഇൻസിഡൻ്റ് ആണ്. ഞങ്ങളിങ്ങനെ പുറത്തിരുന്നാണ്ട് ഞങ്ങളിങ്ങനെ ക്രെപ്പ് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ്. അല്ല, ക്രെപ്പ് കഴിക്കുന്നില്ല, നമ്മളിങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുക. അതിൽ ഒരു ഒരു ലേഡി അത്യാവശ്യം നല്ല പ്രായമുണ്ട്, ഒരു 50s ആയിരിക്കും. ഇങ്ങോട്ട് മൂപ്പത്തിൻ്റെ 2 ആൺമക്കളും, രണ്ടാളും നല്ല 6 ഫുട്ട് ടോളും നല്ല ഹൈറ്റിലൊക്കെ ഇങ്ങനെ അണ്ടർടേക്കറും കെയിനൊക്കെ വരുന്ന അതിരി. അപ്പൊ ഇവരിങ്ങനെ വന്നാണ്ട് ഇവരിങ്ങനെ ഷാക്കുകൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളോട് വന്നാണ്ട് ചോദിച്ച്, ഇവിടെ ഉള്ളതിൽ ഏറ്റവും അടിപൊളി ഷാക്ക് ഏതാ ചോദിച്ചു. അപ്പം ഞങ്ങളാണെങ്കിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റി അല്ല ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യാന്. ഞങ്ങൾ പറഞ്ഞ് ഇവിടുത്തെ ഷാക്കുകളൊക്കെ നൈസാണ്, പക്ഷെ ഞാൻ കഴിച്ചതിന് എനിക്ക് ഏറ്റവും അടിപൊളിയായി തോന്നി ഈ ഷാക്ക്. ഏതാ ഏന്റെ ഷാക്ക്? എന്നിട്ട് ഞാൻ പറഞ്ഞേ, ഞങ്ങളിവിടെ ഇടക്കിടക്ക് എവിടെ, ഞങ്ങളാകെ 1ാമത്തെ 2ാമത്തെ പ്രാവശ്യം അന്ന് വരണേ. ഞങ്ങൾ മുപ്പത്തിനോട് പറഞ്ഞേ, ഞങ്ങൾ ഇവിടെ ഇടക്കിടക്ക് വരുന്നതാണ്, ഞങ്ങൾ പലയിടത്തും കഴിച്ചത്, പക്ഷെ ഇവരുടെ സെറ്റാണ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇവര് നമ്മളോട് ചോദിച്ച്, നിങ്ങൾക്ക് ഇവിടുത്തെ ഏറ്റവും അടിപൊളി ഐറ്റം ഏതാ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ന്യൂട്ടെല്ല സ്ട്രോബെറി ക്രബ്സ്, ന്യൂട്ടെല്ല സ്ട്രോബെറി ബനാന ക്രബ്സ് അടിപൊളിയാണ്, ഒരു മസ്റ്റ് ട്രൈ സാധനം, ഞങ്ങൾ എപ്പോ വരുമ്പോൾ അതാ അവിടെ നിന്ന് കഴിക്കല് എന്നൊക്കെ പറഞ്ഞാണ്ട് വൻ പ്രൊമോട്ട് ചെയ്ത്. അപ്പൊ ഇവരാണെങ്കിലും ഓക്കെ, ഇവര് വൻ ഇതായി. പിന്നെന്താ, പിന്നെ ഇവര് ഓർഡർ ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു. അത് എനിക്കുള്ളിൽ ഭയങ്കര ചിരിയായിരുന്നു. സ്ട്രോബെറി ബനാനയാണ് എന്റെ ഫേവറേറ്റ് ക്രേപ്പ് ആയിരുന്നേ. പക്ഷെ ഇപ്പൊ അടുത്ത് ഞാൻ ഞങ്ങളുടെ മെനുവിലുള്ള ലോട്ടസ് ബനാന കാരമൽ ബിസ്കോഫ് കഴിച്ചു. എന്റെ മോനെ, ഇപ്പൊ എനിക്ക് അതില്ലാതെ കഴിയുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉണ്ട്. പിന്നെ